പുസ്തക പരിചയം. പ്രാചീന വടക്കേ മലബാറും അറക്കൽ ബീവിയും. ചരിത്രത്തിൽ ജീവിച്ച ഒരാൾ പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. പ്രായം 90 കഴിഞ്ഞ ഒരാളുടെ ഓർമ്മശക്തിയുടെ തങ്കത്തിളക്കമാണ് ഈ ഗ്രന്ഥം. അധിനിവേശത്തോട് പോരാടിയ അറക്കൽ ബീവിമാരുടെ തമസ്കരിക്കപ്പെട്ട ചരിത്രത്തിന്റെ സുപ്രധാന ഏടുകളാണ് ഗ്രന്ഥകാരൻ വി.കെ. കുട്ടു ഈ പുസ്തകത്തിൽ നിവർത്തുന്നത്. 1728 മുതൽ 1819 വരെയുള്ള കാലയളവിലെ അറക്കൽ രാജവംശത്തിലെ 24 മുതൽ 28 വരെയുള്ള 5 രാജാക്കന്മാരിൽ 4 ബീവിമാരുടെ വിപ്ലവാത്മകമായ അധിനിവേശ വിരുദ്ധ പ്രതിരോധ വർത്തമാനങ്ങളാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത്. ബ്രിട്ടീഷുകാർ കോലത്തിരിയുടെ സഹകരണത്തോടെ അറക്കൽ രാജവംശത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന ധർമ്മടം തുറമുഖവും പ്രദേശവും അധീനപ്പെടുത്തിയതോടെ അറക്കലിന് കണ്ണൂർ സിറ്റിയിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂവെന്ന് ഒരു ചരിത്രം ബ്രിട്ടീഷുകാർക്ക് രൂപപ്പെടുത്തേണ്ടി വന്നു. കോലത്തിരി രാജകുമാരി കുളത്തിൽ വീണ് താഴുന്നത് കണ്ട ഒരു മാപ്പിള യുവാവ് രാജകുമാരിയുടെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തിയതിനാൽ അവർക്ക് ജാതി ഭ്രഷ്ടുണ്ടായി. കോലത്തിരി രാജകുമാരിക്കും മാപ്പിള യുവാവിനും ഒരുമിച്ചു താമസിക്കാനായി ഒരു അറ അഥവാ മുറി നിർമ്മിക്കുവാനുള്ള സ്ഥലം നൽകി. അതാണ് പിന്നീട് അറക്കലായത് എന്ന ഒരു കള്ളച്ചരിത്രം ഉണ്ടായി. എന്നാൽ 1735 തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവി എഴുതിയത് ഇങ്ങനെയാണ്: മുൻകാലത്ത് ധർമ്മടത്തിന്റെ അധിപന്മാരായിരുന്ന മുസ്ലിങ്ങൾ അഥവാ അറക്കൽ രാജവംശം ചെറിയ തോതിൽ ചുങ്കം വസൂലാക്കിയതുപോലെ ഞങ്ങളും ശ്രമിച്ചപ്പോൾ പുഴയുടെ മറുവശത്തു നിന്നും കോട്ടയം രാജാവും ആൾക്കാരും വന്ന് ഞങ്ങളെ ആട്ടിയോടിച്ചു. പ്രദേശത്തിന്റെ ചരിത്ര സത്യം അറിയുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ പുസ്തകം.